ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഒരു കാക്കി കളർ ഷർട്ട് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അത് കണ്ട എൻ്റെ ഒരു സുഹൃത്തും ഏട്ടനൊക്കെ ആയിട്ടുള്ള ഒരാൾ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു. നീ ഇപ്പോൾ എന്താ ചെയ്യണത്, ഡ്രൈവർ പണിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവറായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വർക്കുകളും ഞാൻ ചെയ്യും. അപ്പോൾ ആളെന്നോട്, ഞാൻ ബിടെക്കിന് പോയിരുന്ന ഒരു ബിടെക് സ്റ്റുഡൻ്റാണ്, കോഴ്സ് കംപ്ലീറ്റ് ആണ്, പാസ്സായിട്ടില്ല, കുറച്ച് പേപ്പറുകളുണ്ട്. അപ്പോൾ ആളെന്നോട് പറഞ്ഞടാ, നിന്നെ വീട്ടുകാർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ട് നീ ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു വിഷമം ഷെയർ ചെയ്താണെന്ന് പറഞ്ഞു. അത് ആൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. കാരണം ആളൊരു നല്ല മനുഷ്യനാണ്, എനിക്കറിയാം, എന്നെ ഭയങ്കര കാര്യമാണ്. എന്നാലും നീ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഞാനിപ്പോൾ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? എല്ലാ ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ആ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ആ ജോലി നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അത്രയല്ലേ ഉള്ളൂ. എല്ലാ ജോലിയും നമുക്ക് ഈ ലോകത്ത് ആവശ്യമാണ്, അല്ലേ? ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ മുതൽ നമ്മളുടെ ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വരെ നമുക്ക് വേണം. ഇതിൽ രണ്ടാമത് പറഞ്ഞ ആൾക്കാർ 4 ദിവസം ലീവ് എടുത്താലായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്. സോ നമ്മൾ ആ ഒരു റെസ്പെക്റ്റോടുകൂടെ എല്ലാ ജോലികളെയും കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കേട്ടിട്ട് നമ്മളിപ്പോൾ ബിടെക്കുകാർ പഠിക്കുന്നവർ അല്ലെങ്കിൽ ഇത് പഠിക്കുന്നവർ പഠിത്തത്തിൽ ഉഴപ്പണമെന്നല്ല. നമ്മൾ ഏത് കോഴ്സ് പഠിക്കുന്നോ ആ പഠിക്കുന്ന കോഴ്സ് വൃത്തിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ മുമ്പിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഇതിലെ തന്നെ പറഞ്ഞ ബിടെക് എന്ന ഒരു ഫീൽഡിൽ നിന്ന് പൊളിറ്റിക്സിലേക്കും അതേപോലെ എഴുത്തിലേക്കും അങ്ങനെ നിരവധി മേഖലകളിലേക്ക് പോയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കോഴ്സ് വൃത്തിയായി പഠിച്ചാൽ നമ്മുടെ മുമ്പിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. എന്താണെങ്കിലും ആ പഠനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സന്തോഷം തരുന്ന, നാടിന് ഉപകാരപ്പെടുന്ന, നമുക്ക് ആവശ്യത്തിന് ഏണിങ്സ് കിട്ടുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക. വെയിൽ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോയ്ക്ക് ഗുണമൊന്നുമില്ല, പക്ഷേ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു.